ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് ജനിച്ചിട്ട് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കണം എന്ന് തന്നെ ഞാൻ പറയണത്. ഞങ്ങൾ MBBS കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ PG എടുത്തതിന് ശേഷം ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് കൊണ്ടോട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ശരിക്കും എനിക്ക് മടിയായിരുന്നു വർക്ക് ചെയ്യാൻ. പക്ഷേ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ജോലി ചെയ്യണം, എന്നാൽ രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്താലേ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് പഠിപ്പിച്ചത് ഹസ്ബൻഡാണ്. പിന്നെ അതിന് ശേഷം ഒരു 2010 ഞാൻ അമൃതയിൽ നിന്ന് PG എടുത്തത്. ആ സമയത്തും എൻ്റെ ഹസ്ബൻഡ് വളരെയധികം സപ്പോർട്ടീവായിരുന്നു. 3 മക്കളാണ്. മക്കൾ എൻ്റെ ഫ്രണ്ട്സാണ്. അല്ല, അവരാണ് എന്നെ ശരിക്ക് PG ചെയ്യാനും അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഉമ്മ എന്തായാലും ഒരു PG ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പാട് സഹിച്ചാലും എൻ്റെ ഉമ്മ നല്ലതിൽ ഇതാവണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു മക്കൾക്ക്. പക്ഷെ 3 പേരായാലും ശരി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന മക്കളാണ്. അപ്പോൾ ഉപ്പ മരിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നാൾ വല്യപ്പാടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ വല്യപ്പ എല്ലാ പേരക്കിടാങ്ങളെയും നന്നായി പഠിപ്പിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. വാപ്പ മരിച്ചപ്പോൾ എനിക്ക് സ്കൂളിൽ തന്നെ പോകാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ 9ാം ക്ലാസ്സിൽ വെച്ച് മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിനെ അപേക്ഷിച്ച് വലിയൊരു വിഷമമായിരിക്കും അത്. അപ്പോൾ വല്യപ്പ ഒരു സാറിനെ വീട്ടിലോട്ട് വരുത്തി ട്യൂഷൻ എടുപ്പിച്ച് എന്നാൽ മോൾ എന്തായാലും നല്ല ഇതായില്ല വിദ്യാഭ്യാസം വളരെ മോറൽ സപ്പോർട്ടായിരുന്നു നമുക്ക് തന്നിരുന്നത്. എനിക്കൊരു ഇൻറ്റിമസി ബ്രദറിനോട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഒരു പെങ്ങളെ നെഞ്ചോട് ചേർത്ത് നീ നല്ല രീതിയിലാവണം എന്നുള്ളത് വളരെയധികം. ഇപ്പോൾ MBBS ചേർത്ത് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ ഹോസ്റ്റലിൽ വരുമായിരുന്നു ബ്രദർ. അത്രയും അധികം സപ്പോർട്ടീവാണ് എൻ്റെ ബ്രദർ എനിക്കത്. അപ്പോൾ എല്ലാ ദിവസവും വിളിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും എൻ്റെ ബ്രദർ എന്നെ വിളിക്കും. അത്രയധികം ഒരു മോറൽ സപ്പോർട്ടാണ് എൻ്റെ ബ്രദർ എനിക്ക് തന്നിട്ടുള്ളത്. പെൺകുട്ടികൾ നന്നായി വിദ്യാഭ്യാസം ചെയ്യണം എന്നായിരുന്നു നമ്മളെ കുടുംബത്തിലൊക്കെ എല്ലാവരും മാമാടെ മക്കളും അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നതും ട്രെയിനിലാണ് പോവുക, തിരിച്ചു വരുന്നതും ട്രെയിനിലാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു മലപ്പുറം ഏരിയയിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരുണ്ട്. പക്ഷെ ഞാൻ പറയണത് ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് ജനിച്ചിട്ട് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കണം എന്ന് തന്നെ ഞാൻ പറയണത്. അത് വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ട എന്നുള്ളതാണ്.